ഞങ്ങളുടെ നാടൊക്കെ ഇഷ്ടമായ? എനിക്ക് നാട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ യക്ഷിക്കഥ. ഇതൊക്കെ ഉള്ളതാണോ? മിക്സ്ഡ് റിവ്യൂസ് വന്നിട്ടും തിയേറ്ററുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് മുന്നേറുകയാണ് മാളികപ്പുറം എന്ന സൂപ്പർ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിനു ശേഷം സംവിധായകൻ വിഷ്ണു ശശിശങ്കറും സ്ക്രിപ്റ്റ് റൈറ്റർ അഭിലാഷ് പിള്ളയും ഒന്നിച്ച സുമതി വളവ്. ഹൊറർ എലമെന്റ്സ് അത്യാവശ്യം നല്ല രീതിയിൽ വർക്കായതാണ് ചിത്രത്തിന് ഇത്രയും മിക്സ്ഡ് റിവ്യൂസ് വന്നിട്ടും തിയേറ്ററിൽ ആള് കയറാൻ കാരണം. ഇപ്പോഴിതാ ചിത്രത്തിന് ഒരു രണ്ടാം ഭാഗം ഉണ്ടാവുമെന്ന അപ്രതീക്ഷിത അപ്ഡേറ്റുമായി എത്തിയിരിക്കുകയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ. ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന്റെ പോസ്റ്റർ പുറത്തുവിട്ടുകൊണ്ടാണ് നിർമ്മാതാക്കൾ പ്രീക്വൽ അനൗൺസ് ചെയ്തിരിക്കുന്നത്. സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഈ അനൗൺസ്മെന്റിനോടും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. സുമതി വളവ് 2 ദ ഒറിജിൻ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം സുമതി വളവ് എന്ന ചിത്രത്തിൽ പൂർണ്ണമാകാതെ പോയ സുമതിയുടെയും ബ്രഹ്മരക്ഷസിന്റെയും ഒറിജിൻ സ്റ്റോറിയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള നിഗൂഢതകളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചിത്രത്തിന്റെ ഒരു ഭാഗത്ത് എങ്ങനെയാണ് ചിത്രത്തിൽ കാണിക്കുന്ന ആ വളവിന് സുമതി വളവ് എന്ന പേര് വന്നതെന്നും വർഷങ്ങൾക്ക് മുമ്പ് അവിടെ നടന്ന കൊടും ക്രൂരതകളെ പറ്റിയും കൂടാതെ അവിടെ സുമതിക്ക് നേരിടേണ്ടി വന്ന ഒരു ബ്രഹ്മരക്ഷസിനെ പറ്റിയും എല്ലാം പ്രതിപാദിക്കുന്നുണ്ട്. സുമതി വളവ് 2 ദ ഒറിജിൻ എന്ന് പേരിട്ടിരിക്കുന്ന രണ്ടാം ഭാഗം ഇവയെല്ലാം ആയിരിക്കണം പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. ചിത്രം ഒരു സീക്വൽ ആയിരിക്കില്ല, പ്രീക്വൽ ആയിരിക്കും എന്ന് വേണം ഇതിൽ നിന്ന് കരുതാൻ. ആദ്യ ചിത്രത്തിന് പിന്നിലുള്ള അതേ ടെക്നിക്കൽ ടീം തന്നെയാണ് രണ്ടാം ഭാഗത്തിലും ഒന്നിക്കുന്നത്. സംവിധായകൻ വിഷ്ണു ശശിശങ്കർ, എഴുത്തുകാരൻ അഭിലാഷ് പിള്ള, സംഗീത സംവിധായകൻ രഞ്ജിൻ രാജ്, നിർമ്മാതാക്കളായ ഗോകുലം ഗോപാലൻ, മുരളി കുന്നുംപുറത്ത് എന്നിവരും സിനിമാറ്റോഗ്രഫി ടീമും സുമതി വളവ് 2-ലും ഒന്നിക്കും. പക്ഷേ ചിത്രത്തിന്റെ കാസ്റ്റ് അതുപോലെ തന്നെ ഉണ്ടാവുമോ എന്ന കാര്യത്തിൽ ഒരു കൺഫർമേഷനും ഇതുവരെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ സൗത്ത് ഇന്ത്യൻ സിനിമയിലെ ചില പ്രശസ്ത അഭിനേതാക്കൾ രണ്ടാം ഭാഗത്തിലും ഉണ്ടാവുമെന്ന വിവരം നിർമ്മാതാക്കൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹൊറർ കോമഡി ജോണറിലെത്തിയ സുമതി വളവിൽ അർജുന അശോകൻ, മാളവിക മനോജ്, സിദ്ധാർത്ഥ് ഭരതൻ, ഗോകുൽ സുരേഷ്, ബാലു വർഗീസ്, സൈജു കുറുപ്പ്, ബോബി കുര്യൻ, ശിവദ, ദേവനന്ദ, ശ്രീപത് യാൻ, ജൂഹി ജയകുമാർ, ജസ്ന കെ ജഗദീഷ്, ഗോപിക അനിൽ, ശ്രാവൺ മുകേഷ് തുടങ്ങി വൻ താരനിര തന്നെയാണ് അണിനിരുന്നത്. കുറച്ചു നാളായി സിനിമയിൽ നിന്നും വിട്ടുനിന്നിരുന്ന നടി ഭാമയും ഒരു പ്രധാന വേഷത്തിൽ അഭിനയിച്ചുകൊണ്ട് തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട് സുമതി വളവിൽ. ഓഗസ്റ്റ് 1 തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തിയ സുമതി വളവ് നിരൂപകരുടെ തണുത്ത പ്രതികരണവും കാഴ്ചക്കാരിൽ നിന്ന് ആവറേജും മികച്ച പ്രതികരണങ്ങളും നേടി തിയേറ്ററുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. ലോകമെമ്പാടുമായി ചിത്രം ഇതിനോടകം 20 കോടി രൂപ കളക്ഷൻ നേടിയിട്ടുണ്ടെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത്. മികച്ചൊരു ഫസ്റ്റ് ഹാഫും ത്രസിപ്പിക്കുന്ന ഒരു ഇന്റർവൽ പഞ്ചും ആവറേജായ സെക്കൻഡ് ഹാഫും ഒരു ഡീസന്റ് ക്ലൈമാക്സുമാണ് ചിത്രത്തിനുള്ളത്. ടെക്നിക്കലി വളരെ സൗണ്ടാണ് ചിത്രം. സിനിമാറ്റോഗ്രാഫിയൊക്കെ വളരെ മികച്ചതായിരുന്നു, എസ്പെഷ്യലി നൈറ്റ് സീൻസ്. കിടിലൻ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ആവറേജ് പാട്ടുകളുമുള്ള സുമതി വളവ് ഒരു തവണ എന്തായാലും തിയേറ്ററിൽ കാണാനുള്ള മുതലുണ്ട്. എന്തായാലും കാത്തിരിക്കാം. സുമതി വളവ് എന്ന ചിത്രത്തിൽ വളരെ ലിമിറ്റഡായി മാത്രം പറഞ്ഞ സുമതിയുടെയും ബ്രഹ്മരക്ഷസിന്റെയും ഒറിജിൻ സ്റ്റോറിക്കായി. കൂടുതൽ സിനിമാ വാർത്തകൾക്കും മറ്റു വിശേഷങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ഡാസിൽസ്.